ശത്രുഭയം നീക്കി എന്നെ മാത്രത്തോറും കാത്തിടുന്നു. നീതിയിൻ സൽപാതകളിൽ നിത്യവും നടത്തിയിടുന്നു. നീതിയിൻ സൽപാതകളിൽ നിത്യവും നടത്തിയിടുന്നു. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകിരിയിൽ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ അശോക് കുമാർ തെടനാട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയ്സ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 29-ാം വാക്യം വായിക്കുന്നു. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്നിറക്കി ഒരു കല്ലറയിൽ വെച്ചു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോസ്തലനായ പൗലോസ് അനുഗ്രഹീതമായ പ്രഭാഷണവേളയിൽ ഉപയോഗിച്ച ദൈവവചന ഭാഗമാണ് നാം വായിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തോട് ബന്ധപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ ലോകത്തിലേക്കുള്ള വരവ്, ജീവിതം, ക്രിസ്തുവിനോട് അന്നത്തെ സമൂഹം, വ്യക്തികൾ ചെയ്തത്, മുൻകൂട്ടി രേഖപ്പെടുത്തപ്പെട്ട തിരുവെഴുത്തുകൾ അവരുടെ കൈവശമുണ്ടായിരുന്നിട്ടും അത് തിരിച്ചറിയാതെ മരണത്തിന് ഒരു ഹേതുവും ഇല്ലാതിരുന്നിട്ടും കർത്താവിനെ കൊല്ലണമെന്ന് യഹൂദന്മാർ ആഗ്രഹിച്ചു, അപേക്ഷിച്ചു. ആ അപേക്ഷയനുസരിച്ച് പീലാത്തോസ് കർത്താവിനെ ക്രൂശിക്കുവാൻ വിധിച്ചു. 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും പാപലേശമില്ലാത്ത കർത്താവിനെ ക്രൂശിക്കുവാൻ വിധിച്ചപ്പോൾ അതിനെ ശിരസാവഹിച്ചുകൊണ്ട് കൽത്തളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ക്രിസ്തുവിനെ ഭാരമേറിയ കുരിശ് ചുമപ്പിക്കുകയാണ്. ഗാഗുൽത്ത വരെ അത് ചുമന്നു. ഗാഗുൽത്തായിൽ വെച്ച് കർത്താവിനെ 3 ആണികളിൽ തറച്ച് ക്രൂശിച്ചു. കർത്താവിനെക്കുറിച്ച് പഴയ നിയമ തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം കർത്താവ് മരിച്ചപ്പോൾ കർത്താവിനെ മരത്തിൽ നിന്നിറക്കി ഒരു കല്ലറയിൽ വെച്ചു. അരിമത്യയിലെ യോസേഫിൻ്റെ കല്ലറ. എന്നാൽ ആ കല്ലറയിൽ നിന്ന് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് 3-ാം ദിവസം പാപത്തെ, ശാപത്തെ, ശത്രുവിനെ നീക്കം ചെയ്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിൻ്റെ മനോഹരമായ പ്രസ്താവനയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നടത്തുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് അറിയിക്കപ്പെടുന്ന വ്യക്തിവിശേഷമായ സുവിശേഷമായ കർത്താവായ ക്രിസ്തു ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിച്ച ചരിത്ര നായകനാണ്. കർത്താവ് ലോകത്തിൽ വന്നത് ചരിത്രത്തെ 2ആക്കി തിരിച്ചുകൊണ്ടാണ്. അങ്ങനെ വന്ന ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിക്കുവാൻ വന്നു എന്ന് പ്രഖ്യാപിച്ചു. മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ലോകത്തിലെ ഏക വ്യക്തിവിശേഷം, ഇவ்விധം ഉയർത്തെഴുന്നേറ്റ വ്യക്തിവിശേഷം മറ്റാരുമില്ല. ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ കർത്താവ് ശിഷ്യഗണത്തിന് അരുളപ്പാട് കൊടുത്തതനുസരിച്ച് അവർ ലോകമെമ്പാടും സുവിശേഷം അറിയിച്ചു. അതിന്നും തുടരുന്നു. എന്നാൽ ആ സുവിശേഷം ക്രിസ്തു നിമിത്തം ലഭിക്കുന്ന നന്മകളും ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 38-ാം വാക്യത്തിൽ
ഈ ക്രൂശുമരണ അടക്ക പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്. ഏതെങ്കിലും പാപമല്ല, സകല പാപവും. ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഈ സന്ദേശം കാതിൽ പതിക്കുമ്പോൾ ഹൃദയത്തിൽ കർത്താവിനെ വിശ്വസിച്ച് അംഗീകരിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ പാപമോചനം ലഭിക്കുന്നു. ജന്മം മുതൽ ഈ കർത്താവിനെ സ്വീകരിക്കുന്ന നിമിഷം വരെയുള്ള എല്ലാ പാപങ്ങളും സ്വർഗം ക്ഷമിക്കുന്നു. രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് 39 വാക്യത്തിലാണ്, വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു. കുറ്റം ചെയ്തവരാണ് മനുഷ്യവർഗം, എന്നാൽ ദൈവം നീതീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരുവനെ, ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം നീതീകരിക്കുകയാണ്. തെറ്റ് ചെയ്യാത്തയാളായി, കുറ്റം ചെയ്യാത്തയാളായി പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ളവരെ, വിശ്വസിച്ചാലുള്ള അനുഗ്രഹങ്ങൾ ഇതാണ്. അപ്പോൾ നമ്മെ നീതീകരിക്കുന്നു, കുറ്റം ചെയ്യാത്തവരായി പ്രഖ്യാപിക്കുന്നു. എങ്ങനെ? അതിന് ലളിതമായി പറഞ്ഞാൽ, പാപം കൂടാതെ ജനിച്ച് ജീവിച്ച പരിശുദ്ധനായ ക്രിസ്തുവിൻ്റെ നീതി നമുക്ക് തരികയാണ്, നമ്മെ നീതീകരിക്കുകയാണ്. കുറ്റമുള്ള നമ്മെ കുറ്റമില്ലാത്തവരായി സ്വർഗത്തിലെ ദൈവം പ്രഖ്യാപിക്കുകയാണ്. അത് നിമിത്തം ലഭിക്കുന്ന അടുത്ത അനുഭവം 52 വാക്യത്തിലാണ്. സന്തോഷം നിറയും. ദൈവവുമായുള്ള സജീവ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവാത്മ പ്രവൃത്തിയുടെ അനന്തരഫലമായി നമ്മുടെ ഉള്ളിൽ ദൈവം സന്തോഷം തരികയാണ്. അത് ആ ലോകത്തിന് തരുവാൻ കഴിയാത്ത, ലോകത്തിലെ അനുഭവങ്ങൾ കൊണ്ട് മാറ്റാൻ കഴിയാത്ത നിത്യസന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ അടിക്കടി ആഞ്ഞടിക്കുമ്പോഴും കർത്താവ് തന്നിരിക്കുന്ന രക്ഷയുടെ സന്ദേശം ഒരല്പം പോലും കുറയാതെ വർദ്ധിച്ചു വരുന്നതാണ് ആ സന്തോഷം. മറ്റൊരു ആശയം ഇവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നാം വായിച്ച വേദഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ, ക്രിസ്തു വന്നു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇനിയും വരും. എന്തിനാണ് വരുന്നത്? ഈ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് പാപമോചനം നേടിയ, നീതീകരിക്കപ്പെട്ട, ആത്മിക സന്തോഷം അനുഭവിക്കുന്ന, ദൈവവുമായി കർത്താവുമായി നല്ല ബന്ധത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുവാൻ വരികയാണ്. പ്രിയമുള്ളവരെ, ഈ കഷ്ടത നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ലോകത്ത് നിന്ന് നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുവാൻ കാലൊച്ച നമ്മുടെ ചെവികളിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏത് നിമിഷത്തിലും കർത്താവ് വരും, നമ്മെ തൻ്റെ അടുക്കിലേക്ക് ചേർക്കും. ഒരിക്കൽ വന്നത് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി, ഇനി വരുന്നത് പാപമോചനം നേടിയ നമ്മെ തൻ്റെ അടുക്കിലേക്ക് സ്വീകരിക്കാൻ. പ്രത്യാശയോടെ ഈ സുവിശേഷത്തിൻ്റെ വക്താക്കളായി നമുക്ക് തുടരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.